യുഎസിന്റെ പ്രതിരോധ കരുത്തായ ടോമഹോക്ക് മിസൈലിന് സമാനമായി ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ലോങ് റേഞ്ച് ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈലും ഇന്ത്യ റഷ്യ സംയുക്ത സംരംഭമായ ബ്രഹ്മോസ് മിസൈലിനെ ഹൈപ്പർസോണിക് സാങ്കേതിക വിദ്യയിലേക്ക് ഉയർത്താനുള്ള ശ്രമങ്ങളും രാജ്യത്തിന്റെ പ്രതിരോധ രംഗത്തിന് പുതുകരുത്ത് പകരാൻ പോന്നതാണ്. നമസ്കാരം, ഞാൻ ജാസ്മിൻ. ലോകമെമ്പാടുമുള്ള യുദ്ധക്കളങ്ങൾ ഇന്നൊരു കാര്യം വ്യക്തമായി തെളിയിച്ചിരിക്കുകയാണ്. യുദ്ധത്തിന്റെ ഗതി നിർണയിക്കുന്നത് ഇനി ടാങ്കുകളോ യുദ്ധവിമാനങ്ങളോ മാത്രമല്ല, നൂറുകണക്കിന് കിലോമീറ്ററുകൾ അകലെ നിന്ന് ശത്രുവിന്റെ ഹൃദയഭാഗത്ത് കൃത്യമായി പ്രഹരമേൽപ്പിക്കാൻ കഴിയുന്ന ദീർഘദൂര മിസൈലുകളാണ് ആധുനിക യുദ്ധത്തിന്റെ കരുത്ത്. റഷ്യ യുക്രൈൻ യുദ്ധവും പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളും അതിന് ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ്. ഈ പശ്ചാത്തലത്തിലാണ് ഇന്ത്യയുടെ പ്രതിരോധ രംഗത്ത് രണ്ട് നിർണായക മുന്നേറ്റങ്ങൾ ശ്രദ്ധ നേടുന്നത്. ഒന്നാമത്തേത്, അമേരിക്കയുടെ പ്രശസ്തമായ ടോമഹോക്ക് മിസൈലിന് സമാനമായി ഇന്ത്യ വികസിപ്പിച്ചെടുത്ത തദ്ദേശീയ ലോങ് റേഞ്ച് ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈൽ അഥവാ LRLACM ആണ്. മറ്റൊന്ന്, ഇന്ത്യ റഷ്യ സംയുക്ത സംരംഭമായ ബ്രഹ്മോസ് മിസൈലിനെ ഹൈപ്പർസോണിക് സാങ്കേതിക വിദ്യയിലേക്ക് ഉയർത്താനുള്ള ശ്രമങ്ങളുമാണ്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് രാജ്യത്തിന്റെ സ്വന്തം LRLACM മിസൈൽ പദ്ധതിയാണ്. ഒഡീഷയിലെ ചന്ദിപൂരിൽ നടന്ന പരീക്ഷണത്തിൽ DRDOയുടെ ലോങ് റേഞ്ച് ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈൽ വിജയകരമായി ലക്ഷ്യം കണ്ടതോടെയാണ് ഈ പദ്ധതിയിലേക്ക് അന്താരാഷ്ട്ര ശ്രദ്ധ വീണ്ടും പതിഞ്ഞത്. വർഷങ്ങളായി വികസിപ്പിച്ചെടുത്ത ഈ മിസൈൽ പൂർണ്ണമായും തദ്ദേശീയ സാങ്കേതിക വിദ്യയുടെ ഫലമാണ്. ബംഗളൂരുവിലെ എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റിന്റെ നേതൃത്വത്തിൽ വിവിധ DRDO ലാബുകളും ഇന്ത്യൻ വ്യവസായ സ്ഥാപനങ്ങളും ചേർന്നാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. മുൻപ് പല വെല്ലുവിളികളും നേരിട്ട നിർഭയ് മിസൈൽ പദ്ധതിയിൽ നിന്ന് ലഭിച്ച അനുഭവങ്ങളും പാഠങ്ങളും പുതിയ സംവിധാനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സാധാരണ ബാലിസ്റ്റിക് മിസൈലുകൾ അന്തരീക്ഷത്തിന്റെ ഉയർന്ന ഭാഗങ്ങളിലേക്ക് കുതിച്ചുയർന്ന് പിന്നീട് ലക്ഷ്യത്തിലേക്ക് പതിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ക്രൂയിസ് മിസൈലുകളുടെ സ്വഭാവം തീർത്തും വ്യത്യസ്തമാണ്. ഭൂനിരപ്പിനോട് ചേർന്ന് വളരെ താഴ്ന്ന ഉയരത്തിൽ ദീർഘദൂരം സഞ്ചരിക്കുന്നതിനാൽ റഡാറുകൾക്ക് ഇവയെ കണ്ടെത്തുക അത്ര എളുപ്പമല്ല. അതിനാൽ തന്നെ ശത്രു രാജ്യങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്ന് കൃത്യമായ ആക്രമണം നടത്താൻ ക്രൂയിസ് മിസൈലുകൾക്കാകും. കരയിൽ നിന്നും കടലിൽ നിന്നും അന്തർവാഹിനികളിൽ നിന്നും വിക്ഷേപിക്കാൻ കഴിയുന്ന ഈ മിസൈലിൽ പരമ്പരാഗത വാർഹെഡുകളും ആവശ്യമായാൽ ആണവ വാർഹെഡുകളും ഘടിപ്പിക്കാനാകും. 1000 മുതൽ 1500 കിലോമീറ്റർ വരെയാണ് ഈ മിസൈലിന്റെ സാധ്യതാപരമായ പ്രഹരപരിധി വിലയിരുത്തപ്പെടുന്നത്. ഇന്ത്യയുടെ അതിർത്തി മേഖലകളിൽ വിന്യസിച്ചാൽ പാകിസ്ഥാനിലെ പ്രധാന നഗരങ്ങളും സൈനിക കേന്ദ്രങ്ങളും ഇതിന്റെ പരിധിയിലാകും. ചൈനയുമായുള്ള അതിർത്തി മേഖലകളിൽ വിന്യസിച്ചാൽ തന്ത്രപ്രധാന സൈനിക കേന്ദ്രങ്ങളിലേക്കും എത്തിച്ചേരാൻ ഇതിന് കഴിയുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. 1991 ഗൾഫ് യുദ്ധം മുതൽ അമേരിക്കയുടെ ദീർഘദൂര ആക്രമണങ്ങളുടെ പ്രധാന ആയുധമാണ് ടോമഹോക്ക് ക്രൂയിസ് മിസൈൽ. ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യങ്ങളിൽ പോലും അത്യന്തം കൃത്യതയോടെ ആക്രമണം നടത്താൻ കഴിയുന്നതാണ് ഇതിന്റെ പ്രത്യേകത. ഇന്ത്യ വികസിപ്പിക്കുന്ന LRLACM മിസൈലിനെ പല പ്രതിരോധ വിദഗ്ധരും ഇന്ത്യയുടെ ടോമഹോക്ക് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. പരീക്ഷണം വിജയകരമായെങ്കിലും സൈന്യത്തിൽ പൂർണ്ണതോതിൽ ഉൾപ്പെടുത്തുന്നതിന് കൂടുതൽ പരീക്ഷണങ്ങളും മൂല്യനിർണ്ണയങ്ങളും പൂർത്തിയാക്കേണ്ടതായുണ്ട്. രാജ്യത്തെ പ്രതിരോധ രംഗത്തിന്റെ അഭിമാന പദ്ധതികളിലൊന്നായ ബ്രഹ്മോസും പുതിയ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നിലവിൽ ലോകത്തിലെ ഏറ്റവും വേഗമേറിയ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകളിലൊന്നാണ് ബ്രഹ്മോസ്. ശബ്ദവേഗത്തിന്റെ ഏകദേശം 3 ഇരട്ടിയിലധികം വേഗതയിൽ സഞ്ചരിക്കാൻ ഇതിനാകും. ഇപ്പോൾ ബ്രഹ്മോസിനെ കൂടുതൽ ചെറുതും കൂടുതൽ മാരകവുമാക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. അതോടൊപ്പം ഹൈപ്പർസോണിക് സാങ്കേതിക വിദ്യയിലേക്കുള്ള നീക്കവും ശക്തമാകുന്നു. ശബ്ദവേഗത്തിന്റെ 5 ഇരട്ടിയിലധികം വേഗത്തിൽ സഞ്ചരിക്കുന്ന മിസൈലുകളെയാണ് ഹൈപ്പർസോണിക് വിഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നത്. ഇത്തരം മിസൈലുകളെ നിലവിലെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് തടയുക വളരെ ദുഷ്കരമാണ്. അതുകൊണ്ട് തന്നെ അമേരിക്ക, റഷ്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങൾ ഹൈപ്പർസോണിക് ആയുധ വികസനത്തിന് വലിയ പ്രാധാന്യം നൽകുന്നുമുണ്ട്. ബ്രഹ്മോസ് പദ്ധതിക്ക് തുടക്കമിട്ടത് മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ കാഴ്ചപ്പാടുകളിലൂടെയായിരുന്നു. ഇന്ത്യയിലെ ബ്രഹ്മപുത്രയും റഷ്യയിലെ മോസ്കോയും ചേർന്നാണ് ബ്രഹ്മോസ് എന്ന പേര് രൂപപ്പെട്ടത്. ഇന്ന് ഈ പദ്ധതിയിൽ 70% തദ്ദേശീയ ഘടകങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നുവെന്നത് ഇന്ത്യയുടെ പ്രതിരോധ സ്വയം പര്യാപ്തതയുടെ തെളിവാണ്. ഒരു ഭാഗത്ത് റഡാറുകളെ വെട്ടിച്ച് ശത്രുവിന്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ കഴിയുന്ന LRLACM, മറുവശത്ത് അതിവേഗ പ്രഹരശേഷിയുള്ള ബ്രഹ്മോസ്. ഈ രണ്ട് പദ്ധതികളുടെയും മുന്നേറ്റം ഇന്ത്യയുടെ ദീർഘദൂര ആക്രമണശേഷിയെ പുതിയ തരത്തിലേക്ക് ഉയർത്തുമെന്നതിൽ തർക്കമില്ല. ഭാവിയിലെ യുദ്ധങ്ങൾ അതിർത്തികളിൽ മാത്രം നടക്കില്ലെന്ന് ലോകം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു.
ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യങ്ങളെ നിമിഷങ്ങൾക്കുള്ളിൽ ഭേദിക്കാൻ കഴിയുന്ന രാജ്യങ്ങൾക്കാണ് ഇന്ന് ആഗോള രാഷ്ട്രീയത്തിൽ മുൻതൂക്കം. ഈ മത്സരത്തിൽ ഇന്ത്യയും കൂടുതൽ ശക്തമായി മുന്നേറുന്നുവെന്ന സൂചനയാണ് പുതിയ മിസൈൽ മുന്നേറ്റങ്ങൾ നൽകുന്നത്. വാർത്തയുടെ നിറം തേടി തനിനിറം.